ചെറുപ്പക്കാരിയായ ഗായിക. അന്ന പള്ളിയിലെ ഗാനസംഘത്തിൽ അംഗമായിരുന്നു. അവൾക്ക് പാടാൻ വളരെ ഇഷ്ടമായിരുന്നു. എന്നാൽ ചിലപ്പോൾ പേടി തോന്നാറുണ്ട്. ഒരു ഞായറാഴ്ച സമീപത്തെ ആശുപത്രിയിൽ രോഗികളെ ആശ്വസിപ്പിക്കാൻ പാട്ട് പാടണമെന്ന് പാസ്റ്റർ പ്രഖ്യാപിച്ചു. അന്ന ചിന്തിച്ചു, എൻ്റെ ശബ്ദം മതിയായ അത്ര നന്നായില്ലെങ്കിലോ, ഞാൻ തെറ്റുകൾ വർദ്ധിച്ചാലോ? അവൾ പോകേണ്ട എന്ന് തീരുമാനിക്കാറായി. എന്നാൽ അപ്പോഴാണ് അവളുടെ സൺഡേ സ്കൂൾ അധ്യാപിക ഒരിക്കൽ പറഞ്ഞത് ഓർമ്മ വന്നു. നിങ്ങളുടെ കൈവശമുള്ളത് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം അവിടുന്ന് നൽകും. അങ്ങനെ അന്ന പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്ക് പരിപൂർണമായ ശബ്ദമില്ല, എന്നാൽ ഞാൻ അങ്ങേക്കായി പാടാൻ ആഗ്രഹിക്കുന്നു. ദയവായി എന്നെ സഹായിക്കണമേ. ആശുപത്രിയിൽ പാട്ട് പാടുമ്പോൾ കണ്ണുനീരോടെ പുഞ്ചിരിക്കുന്ന ഒരു പ്രായമായ സ്ത്രീയെ അന്ന ശ്രദ്ധിച്ചു. പിന്നിട്ട് ആ സ്ത്രീ മന്ത്രസ്വരത്തിൽ പറഞ്ഞു, നിങ്ങളുടെ പാട്ട് എനിക്ക് പ്രത്യാശ നൽകി. ദൈവം അവൾക്ക് ആവശ്യമായതെല്ലാം നൽകിയിരുന്നു എന്ന് അന്ന തിരിച്ചറിഞ്ഞു. വെറും ശബ്ദം മാത്രമല്ല, ധൈര്യവും സമാധാനവും മറ്റൊരാളെ അനുഗ്രഹിക്കാനുള്ള അവസരവും കൂടി. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് ഓർത്തു, ദൈവത്തിന് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കാൻ കഴിയും. അങ്ങനെ നിങ്ങൾ എല്ലാ നല്ല പ്രവൃത്തികളിലും വർദ്ധിക്കും. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സമൃദ്ധിയിലും പെരുകി വളരുവാൻ, നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവം ശക്തനാകുന്നു. 2 കൊരിന്ത്യർ 9-ാം അധ്യായം 8-ാം വാക്യം.